8 വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു കേസിന്റെ ചരിത്രത്തിൽ ചെറിയ വർഷങ്ങളല്ല. 8 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ സമർപ്പിച്ച തെളിവുകളുടെ എത്രത്തോളം കോടതിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്, എത്രത്തോളമാണ് ഒരു 120B ഗൂഢാലോചന കേസിൽ ഇത്രയധികം തെളിവുകൾ സമർപ്പിച്ച ഒരു പ്രോസിക്യൂഷനെ കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമോ, അഭിനന്ദിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അല്പസമയത്തിന് മറുപടി വരാൻ പോകുന്നുണ്ട്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 9:40 ആകുന്നു. 11 മണിയോടെയാണ് ആ കോടതി നടപടികൾ തുടങ്ങുന്നത്. ദിലീപ് അല്പസമയം മുൻപാണ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. തൊട്ടുപിന്നിൽ നമ്മുടെ വണ്ടിയുണ്ട്. ദിലീപ് ഏറ്റവും പിന്നിലിരിക്കുന്നുണ്ട്. ദിലീപിനൊപ്പം ആ വാഹനത്തിൽ ആളുണ്ട്. 10-ാം പ്രതി ദിലീപിന്റെ ഈ 2 വാഹനങ്ങൾ ഒന്നിൽ 10-ാം പ്രതിയും ഉണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. നിതിൻ അഭിജൻ തുടരുന്നു. നിതിൻ, ഇപ്പോൾ ആ ദിലീപിന്റെ വാഹനം എവിടെ എത്തിയിരിക്കുന്നു? 10-ാം പ്രതി ദിലീപിന്റെ കൂടെ തന്നെയാണോ? ഹാഷ്മി, ദിലീപിന്റെ കൂടെ തന്നെ ആ കാറിലുണ്ട്. KL 41M005 എന്ന ദിലീപ് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇന്നോവ കാറിൽ കോടതിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ആ വാഹനം. അതിൽ പിന്നിലത്തെ സീറ്റിലായിട്ട് ദിലീപ് ഉണ്ട്. ഒരു വശത്ത് ദിലീപ് ഇരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഈ കേസിലെ 10-ാം പ്രതിയെ സംശയിക്കുന്ന ശരത്ത് ഈ വാഹനത്തിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോടെയാണ് ഈ വാഹനം വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് വേഗത്തിൽ തന്നെ കോടതിയിലേക്ക് പോകാനുള്ളൊരു നടപടി ഉണ്ടാവുകയായിരുന്നു. എന്തായാലും മുട്ടം പിന്നിട്ടിരിക്കുകയാണ് വാഹനം. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നേരെ അഭിഭാഷകരുടെ അടുത്ത് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാകും കോടതിയിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാഹനം ഇപ്പോൾ മുട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു അരമണിക്കൂറിനകം തന്നെ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് എല്ലാം തന്നെ പിന്നിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ കോടതി പരിസരത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് തന്നെ അപൂർവമായ കേസ് എന്ന് നമുക്കിതിനെ വിലയിരുത്താം. കാരണം കേരളത്തെ പിടിച്ചുലുക്കിയ കേസാണ്. ആ കേസിന്റെ വിധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. സ്വാഭാവികമായിട്ടും ദിലീപ് എന്ന ഒരു നടന്റെ ഭാവി എന്താണെന്ന് കൂടി വ്യക്തമാകുന്ന, അല്ലെങ്കിൽ അതും കൂടി അറിയാനുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷം നേരിട്ടത് വിചാരണയും അതോടൊപ്പം തന്നെ പ്രതിപട്ടികയിലും ജയിൽവാസം ഒക്കെ നേരിട്ട ഒരു കേസിന്റെ വിധി അറിയാനുള്ള ഈ യാത്രയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഈ വാഹനത്തിൽ ഇപ്പോൾ ദിലീപിന്റെ സഹായവും അതോടൊപ്പം തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ശരത്തുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരത്തിൽ ഈ കേസിലെ 10-ാം പ്രതിയാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ശരത്താണ് ഇവിടെ വീട്ടിൽ മെമ്മറി കാർഡ് എത്തുകയും പിന്നീട് ഇവർ വീട്ടിൽ വെച്ച് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടു എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ വെളിപ്പെടുത്തൽ നടത്തിയ 10-ാം പ്രതി ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരെ കോടതിയിലേക്കുള്ള യാത്രയിലേക്ക് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ ഇപ്പോൾ വാഹനം മുട്ടം പിന്നിട്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ഈ തിരക്കുകളൊക്കെ പിന്നിട്ട് നേരെ അഭിഭാഷകനെടുത്തേക്കും അതിനുശേഷം കോടതിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, അപൂർവമായ കേസ് എന്ന് നിതിൻ അംബുജൻ പറയുന്നത് ഒട്ടും തന്നെ അതിശയോക്തിയില്ല. രാജ്യചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു കേസ് എത്രത്തോളം ഉണ്ട് എന്ന കാര്യം അറിയില്ല. നമ്മുടെ നേർക്കുന്നവർ അറിവിൽ ഇത്രത്തോളം ഉൾപ്പിരിവുകൾ ഉണ്ടായി, ഇത്രത്തോളം ചുഴികളും മല്ലുകളും ഉണ്ടായ മറ്റൊരു കേസ്, ഇത്രത്തോളം അട്ടിമറി നീക്കങ്ങൾ, ആശങ്കകളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ജഡ്ജിക്കെതിരെ തന്നെ പരസ്യമായി ആൾക്കാർക്ക് സംസാരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചർച്ചയിൽ നേരത്തെ ഇരയുടെ അഭിഭാഷകമൊക്കെ നേരത്തെ ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ മാത്രം 2 പ്രോസിക്യൂട്ടർമാർ അവരുടെ ആ ജഡ്ജിയുടെ ഈ കേസിനുള്ള സമീപനത്തിൽ ആ സമീപനം ശരിയല്ല എന്ന് പറഞ്ഞ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചൊഴിയുന്ന പോട്ടെ, അതിജീവിതം തന്നെ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതികളിലേക്ക് സമീപിച്ച അങ്ങനെ ഒരുപാട് ഉൾപ്പിരിവുകളുള്ള, ഒരുപാട് ഇടവഴികളുള്ള മറ്റൊരു കേസ് രാജ്യചരിത്രത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും രാജ്യചരിത്രത്തിൽ ഒരുപാട് റേപ്പ് കേസുകൾ, ഒരുപാട് ഗാങ് റേപ്പ് കേസുകൾ ഒക്കെ നമ്മൾ കണ്ടതാണെങ്കിലും കേട്ടതാണെങ്കിലും ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ഹീനമായ, അങ്ങേയറ്റം നീചമായ ഒരു പണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ടോ എന്ന കാര്യം അറിയില്ല. അതിൽ കൊട്ടേഷൻ കൊടുത്ത ആൾ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. 8-ാം പ്രതി നടൻ ദിലീപാണ്. ഗൂഢാലോചനയാണ് ദിലീപിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന പ്രധാന കുറ്റം. അത് തെളിയുകയാണെങ്കിൽ 1-ാം പ്രതി പൾസർ സുനി ചെയ്ത പണിക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അതേ ശിക്ഷ തന്നെ ഗൂഢാലോചന നടത്തിയ 8-ാം പ്രതിക്കും കിട്ടണം എന്നുള്ളതാണ് നിയമപ്രമാണം. പക്ഷേ ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.